വന്ന് വന്ന് സോഷ്യൽ മീഡിയ ഇതുപോലെ അധംപതിച്ചുകൊണ്ടിരിക്കണേ. എന്തുമാത്രം അധംപതിക്കാൻ പറ്റുമോ അത്രയും അധംപതിക്കാൻ തുടങ്ങി. രേണുസുധിയിൽ കൂടി തന്നെ നമുക്ക് തുടങ്ങാം. നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ വന്ന ആളാണ് രേണുസുധി. അതായത് ആദ്യം കുറച്ച് സിമ്പത്തിയും എമ്പത്തിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് നെഗറ്റീവ് പബ്ലിസിറ്റി കൂടി കിട്ടിയപ്പോഴാണ് രേണുസുധി ഒന്ന് ഹൈപ്പിലോട്ട് കയറിപ്പോയത്. അതായത് രേണുസുധിയുടെ ഫസ്റ്റ് സോങ് ഏതെന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ചാന്ത് കുടഞ്ഞൂര് എന്ന് പറയുന്നത് ഒരു കടപ്പുറ സീനായിരുന്നു. ആ ദാസപ്പൻ്റെ കൂടെ ഒരു കടപ്പുറ സീനായിരുന്നു രേണുസുധിയുടെ. ആ ഒരു സീനിൽ ആ ഒരു പാട്ടിലാണ് രേണുസുധി വൈറലാകുന്നത്. കാരണം ഒരു വിധവ എന്നൊരു ടാഗും വെച്ചിട്ട് അങ്ങനെ ഒരു സീന് ഇറങ്ങി പുറപ്പെട്ടു എന്ന രീതിയിലാണ് രേണുസുധി വൈറലാകുന്നത്. പക്ഷെ അതിൽ കൂടുതൽ പേരും അവരെ സപ്പോർട്ട് ചെയ്യുകയാണ്. അവിടെ നിന്നാണ് രേണുസുധിയുടെ തുടക്കം. അവിടെ നിന്ന് ഇവിടം വരെ രേണുസുധി ഫുൾ നെഗറ്റീവ് രൂപത്തിൽ തന്നെയാണ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അതിപ്പോൾ വന്ന് നിൽക്കുന്ന സബ്സ്ക്രിപ്ഷനിൽ അവരുടേതായ പേഴ്സണലായിട്ടും ഇൻറ്റിമേറ്റഡ് ആയിട്ടുള്ള സീൻസൊക്കെ കാണിച്ചാണ് അവരിപ്പോൾ പിടിച്ചു നിൽക്കുന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പ്രായഭേദമന്യേ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണിപ്പോൾ, അല്ലേ? അത് കുഞ്ഞു മക്കൾ മുതൽ, എനിക്ക് തോന്നുന്നു ഒരു 1.5-2 വയസ്സുള്ള മക്കൾ മുതൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. കാരണം പാരൻസ് വരെ ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഒന്ന് സൈലൻ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ ആയിട്ട് ഫോൺ കൊടുക്കുന്നുണ്ട്. അങ്ങനെ മക്കൾ, ചെറിയ കുഞ്ഞു മക്കൾ വരെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഫോണും. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അരങ്ങേറുന്ന ഇതുപോലെയുള്ള ഓരോ എന്താ പറയുക ഡാഷ് തരങ്ങളാണെന്നേ പറയാൻ പറ്റുള്ളൂ. അതായത് ഈ വേലയും കൂലിക്കൊന്നും പോകാതെ കഷ്ടപ്പെടാൻ പറ്റാത്ത ആൾക്കാരുണ്ടല്ലോ, അവരിതുപോലെയുള്ള കെട്ടിമറിഞ്ഞുള്ള സീനൊക്കെ കൊണ്ടുവരും. എന്നിട്ട് അത് ആൾക്കാർ കാണുമ്പോൾ അതിൽ കൂടി റീച്ച് കിട്ടി അങ്ങനെ പണം സമ്പാദിക്കാം എന്ന രീതിയിൽ. നല്ല രീതിയിൽ മേലല്ലെങ്കിൽ ജോലി ചെയ്യാനൊന്നും ഇവർക്ക് വയ്യ. അതുകൊണ്ടാണ് അവർ ഈ വഴി തിരഞ്ഞെടുക്കുന്നത്. ഈ വീഡിയോ തന്നെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. കഷ്ടം. ഇതിനൊക്കെ നമ്മൾ എന്താ പറയേണ്ടത്, അല്ലേ? എന്തൊക്കെ തോന്നിവാസങ്ങളാണ് ഈ സോഷ്യൽ മീഡിയയിൽ കൂടി വന്നിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഇതിങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഈ പബ്ലിക്കായിട്ടുള്ളൊരു ഇതിനകത്ത് വന്നാണ് ചെയ്യേണ്ടത്. അഥവാ ഇവരുടെ ഒരു വീഡിയോ ആണെങ്കിൽ ഇവരെന്താ ചെയ്യേണ്ടത്? മിനിമം അതിൻ്റെ ഓരോ സീൻസും കാര്യങ്ങളൊന്നും ലീക്ക് ആവാതെ നോക്കണം. അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവത്തിന് ഇവർ പെർമിഷൻ കൊടുക്കരുത്. പകരം ഇവരെന്താ കാണിക്കുന്നത്? ഇത് എല്ലാവരും കാണണം, ഇങ്ങനെ കണ്ട് റീച്ച് ഉണ്ടാക്കണം. ഈ ഇവരൊക്കെ ഒരു സ്ത്രീയല്ലേ, ഇവർക്ക് വീട്ടിൽ ആൾക്കാരുണ്ടാവില്ലേ? ഇതിനെക്കുറിച്ചും ചിന്തിക്കാതെ, കുഞ്ഞു മക്കളെക്കുറിച്ച് പോലും ചിന്തിക്കാതെ, മറ്റുള്ളവർ എങ്ങനെ പോയാലും എന്താണ്, നമുക്ക് റീച്ച് വേണം, പൈസ വേണം എന്നൊരു രീതിയിൽ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു തരത്തിലുള്ള ുള്ളവർക്ക് റീച്ച് മുഖ്യം. റീച്ചും അതിലൂടെ പൈസയും വേണം. അതാണ് ഇവരുടെയൊക്കെ ഉദ്ദേശം. അല്ലാതെ ഇതുപോലുള്ള കോപ്രായങ്ങളൊക്കെ ഇവർ കാണിച്ചു കൂട്ടും ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി. അടുത്ത വീഡിയോ ഉണ്ട്, അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. ചേച്ചിനങ്ങ് എടുത്തിട്ടങ്ങ് മറിച്ചങ്ങ് എടുത്ത് അലക്കി അങ്ങ് എന്താ പറഞ്ഞ, എങ്ങനെയൊക്കെ ശരിപ്പെടുത്താൻ പറ്റുന്നോ അതേപോലെയൊക്കെ ശരിപ്പെടുത്തണേ. എന്ത് ഡാഷ് കാര്യങ്ങൾ ഇവർ ഇതിലൂടെയൊക്കെ വന്ന് കാണിച്ചു തന്നുകൊണ്ടിരിക്കണത്. ഇതിൻ്റെയൊക്കെ ഒന്നും കുടുംബത്തിനൊന്നും ചോദിക്കാനും പറയാനൊന്നും ആൾക്കാരില്ലെന്ന് വിചാരിക്കണത്. ഈ പ്രായത്തിലും ഇതുപോലുള്ള അഭ്യാസങ്ങൾ വന്ന് കാണിച്ചുകൊണ്ടിരിക്കാനായിട്ട്. പ്രായം എന്നുദ്ദേശം മറ്റൊന്നും കൊണ്ടല്ല. നമുക്ക് കുറച്ച് ഏജ് കൂടാൻ നേരത്ത് നമുക്ക് അതുപോലെയുള്ള അറിവും കാര്യങ്ങളൊക്കെ കൂടും. പക്ഷേ ഇവരെ പോലുള്ള കുറേ ഐറ്റങ്ങൾ വന്നിട്ട് എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത്? എന്ത് അടിസ്ഥാനം വെച്ചുകൊണ്ടാണ് ഇവർ ഈ ഓരോ പേക്കൂത്തും ഒന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്ത് മെസ്സേജാണ് ഇതിൽ കൂടി ഇവർ നാട്ടുകാർക്കും മറ്റും കൊടുക്കണത്? എന്താണ് ഇതുപോലുള്ള തോന്നിവാസരങ്ങളൊക്കെ കണ്ടു നിൽക്കുന്ന എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടേതായ കുറച്ച് ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഇവർ ഇതുപോലുള്ള പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കുന്നതായിട്ടാണ് എനിക്ക് വന്നത്. അല്ലാതെ ഇവർ പറയുന്ന കൂട്ടി ഈ സോഷ്യൽ മീഡിയ, ഈ ഫിലിം സ്റ്റാർസ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ പറയുന്ന മെയിൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിലിം സ്റ്റാർസ് ചെയ്യുന്നില്ല, അവർ ചെയ്യുന്നില്ല, ഇവർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാർ വന്ന് പൊതുമധ്യേ വന്നിട്ടുള്ള കാരണങ്ങൾ നിരത്തുന്നത്. അവരെ ന്യായീകരിക്കാനുള്ള കാരണങ്ങൾ നിരത്തുന്നത്. ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള വീഡിയോസും മറ്റും എടുക്കുന്നവർ വന്ന് പറയുന്ന ന്യായീകരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ
വലിയ വലിയ ആക്ടേഴ്സ് ചെയ്യുന്നില്ലേ, ഫിലിം സ്റ്റാർസ് ചെയ്യുന്നില്ലേ എന്നൊക്കെ ആയിരിക്കും ഇവർ വന്ന് പറയുന്നത്. പക്ഷേ ഇതിലൊക്കെ ഇവരെന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത്? ഇവരെന്ത് മെസ്സേജാണ് ഇതിൽ കൂടി നടത്തുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ല. ഇതുപോലുള്ള കുറേ ആഭാസരങ്ങൾ, സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് ഒരു നിയന്ത്രണം വെക്കണം. ഇതുപോലുള്ള ആഭാസരങ്ങളൊക്കെ കാണിച്ച് വളർന്നു വരുന്ന പുതുതലമുറയും കൂടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ കാലത്തൊക്കെ പല ആക്ടേഴ്സും അത് പൃഥ്വിരാജും മറ്റുമൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ പുതുതലമുറയ്ക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് സിനിമയിലൊക്കെ കയറി വരാനൊക്കെയാണ്. കാരണം സോഷ്യൽ മീഡിയ, അതായത് ഫോൺ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെങ്കിൽ, ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞൊരു പ്രൊഫൈൽ ഉണ്ടെങ്കിൽ അതിലൂടെ പെട്ടെന്ന് എന്താ പറയണത്, നമുക്ക് സിനിമയിലോട്ട് എത്താം എന്ന രീതിയിൽ പൃഥ്വിരാജും അതുപോലെ പല പല വലിയ വലിയ താരങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ ഇതുപോലുള്ള കുറേ ഏംബൊക്കികളുണ്ട്. അതായത് ഇങ്ങനെയുള്ളവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ചിന്ത എന്താണെന്ന് വെച്ചാൽ തുണി അഴിച്ചു കഴിഞ്ഞാൽ സ്റ്റാർഡം കിട്ടും, തുണി അഴിച്ചു കഴിഞ്ഞാൽ സ്റ്റാർഡം കിട്ടും. അതുപോലെ തന്നെ ആരെങ്കിലും കെട്ടിപ്പിടിക്കുക, കുറച്ച് ഇൻറ്റിമേറ്റ് സീന്, കുറച്ച് കൂടെ കിടക്കുന്ന സീനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ സ്റ്റാർഡം ആയി, പിന്നെ ഭയങ്കര വലിയ സെറ്റപ്പായി, പിന്നെ എന്താ പറയുക റീച്ചായി, പിന്നെ വലിയ ആളായി, പിന്നെ ഇൻ്റർവ്യൂ ആയി, അങ്ങനെ പലതുമായിട്ട് ഇവർ ഫേമസ് ആയി. ഇതാണ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടത്. അതുപോലെ തന്നെ രേണുസുതി കൊണ്ടുവന്ന ഒരു സംഭവമാണ് സബ്സ്ക്രിപ്ഷൻ മുമ്പും എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും, പക്ഷേ രേണുസുതി ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴാണ് അത് എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത്. കാര്യം എന്താണെന്ന് വെച്ചാൽ രേണുസുതിയുടെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ന്യൂഡ് ഫോട്ടോസ്, അവരുടെ ക്ലീവേജും അവരുടെ വയറും അവരുടെ ശരീരഭാഗങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാനായിട്ടുള്ളൊരു ഉപകരണമാണ് സബ്സ്ക്രിപ്ഷൻ രേണുസുതി ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറേ പേര്, നമുക്കറിയാൻ കഴിഞ്ഞത് നമ്മുടെ ജാസിക്കൂട്ടം വരെ എന്താണ് ഈ സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്തതാണ് നമുക്കറിയാൻ പറ്റിയിരിക്കുന്നത്. എന്ത് കാണിക്കാനാണെന്ന് അറിയത്തില്ല, പെണ്ണിൻ്റെ എന്ത് സാധനം ഉണ്ടായിട്ടാണ് അവൻ കാണിക്കാൻ തുടങ്ങിയേക്കണമെന്ന് അറിയത്തില്ല. പെണ്ണുങ്ങൾ അതുപോലെ തന്നെ ഈ നമ്മുടെ രേണുസുതി വരുന്ന തലമുറയ്ക്ക് വലിയൊരു എന്താ പറയുക, വളരാനുള്ള വലിയൊരു സാധ്യതയാണ് ഇപ്പോൾ തുറന്നു കാണിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഇതുപോലുള്ള വസ്ത്രധാരണയും ഇതുപോലുള്ള വേഷം കെട്ടലൊക്കെ കടന്ന് കാണിച്ചു കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ വഴി പൈസ സമ്പാദിക്കാം, ഫേമസ് ആവാം, അങ്ങനെ എല്ലാ സംഭവങ്ങളും കിട്ടും എന്നാണ് രേണുസുതി ഇതിൽ കൂടി നമുക്ക് കാണിച്ചു തരുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ജാസി വരെ സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അറിയത്തില്ല, ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അവനൊക്കെ എന്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചേക്കണമെന്ന് എനിക്കറിയത്തില്ല. ഇതാണ് രേണുസുതി ഈ സബ്സ്ക്രിപ്ഷൻ, അതായത് ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു വഴിയിലൂടെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ കൃഷ്ണകുമാർ സാറിൻ്റെ മകളുണ്ടല്ലോ ഹൻസിക, ആ കുട്ടിയുടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് വൈറലായി എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. ഇവരുടെ പേരാണ് നിഷ എന്ന് പറയുന്നത്. ഇവരിപ്പോൾ പറയുന്നത് സബ്സ്ക്രിപ്ഷനിൽ ഇവരും സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരിപ്പോൾ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് കാണണമെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ട് നിങ്ങൾ പൈസ അടച്ചിട്ട് നിങ്ങൾ കാണാൻ വേണ്ടി വരും. ഞാനതിനകത്ത് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ ഇവർ പണ്ട് ഇതുപോലൊന്നും ആൾക്കാരിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവർക്ക് റീച്ച് കിട്ടാനായിട്ട്, പൈസ കിട്ടാനായിട്ട് ഏത് തരത്തിൽ വേണ്ടിയിട്ട് ഇവർ പോകും. അതുപോലെ തന്നെ ഇവർ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട് തമന്ന എന്ന് ആലോചിച്ച് നോക്കിയാൽ. തമന്നയ്ക്ക് ഇത് കേട്ട് കഴിഞ്ഞാൽ കെട്ടിത്തൂങ്ങി ചാവും. ഇവര് വിളിക്കുന്ന പേര് തമന്ന. അപ്പൊ നിഷായിടിക്ക് ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ട്. വെറും 290 രൂപ നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ നിഷായിടിക്ക് പുതിയ സബ്സ്റ്റേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ആമ്പിള്ളേരെ മുൾമുനയിൽ നിർത്താൻ പറ്റിയ കണ്ടന്റുകൾ അതിനകത്ത് ഉണ്ടാവും. അപ്പൊ നിഷായിടിക്ക് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. സബ്സ്റ്റേഷനിൽ ഒരു 290 അടച്ചോ, ഒരിക്കലും നഷ്ടപ്പെടില്ല. ഈ 18കാരി സുന്ദരിയുടെ കണ്ടന്റുകൾ നിങ്ങൾക്ക് കാണാം. അപ്പൊ എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കിക്കേ.